മലയാള സിനിമയ്ക്ക് അന്ന് വരെയും മേക്കപ്പിന് അവാർഡില്ലായിരുന്നു. മേക്കപ്പിന് അവാർഡ് CM ആയിരുന്ന കരുണാകരൻ സാറുള്ളപ്പോഴായിരുന്നു ആദ്യത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആ അവാർഡ് ആധാരം എന്ന് പറഞ്ഞ സിനിമക്കാണ്. കിത്തു ഡയറക്റ്റ് ചെയ്ത ആധാരം എന്ന് പറഞ്ഞ എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള പടങ്ങൾ ഏകദേശം 8-9ഓളം സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. മേക്കപ്പിനെ പറ്റിയൊരു പുസ്തകം. ആ പുസ്തകം ചമയം പട്ടണം റഷീദ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിന് കേരള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്രന്ഥത്തിനുള്ള, സിനിമാ ഗ്രന്ഥത്തിനുള്ള ഒരു പുസ്തകമാണ്. യഥാർത്ഥത്തിൽ ആ ബുക്ക് ഒരു അനുഭവം പറയുന്ന, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ 40 വർഷത്തെ ജീവിതാനുഭവങ്ങൾ പറയുന്ന ഒരു ബുക്കല്ല. മേക്കപ്പിൽ നമ്മൾ നടത്തിയിട്ടുള്ള കുറേ പരീക്ഷണങ്ങളും കുറേ കാര്യങ്ങളുണ്ട്. കുറേ ആളുകളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും അതിലേർപ്പെട്ട ബുദ്ധിമുട്ടുകളും അതിനു വേണ്ടിയിട്ട് മേക്കപ്പ് സാധനങ്ങൾ സംഹരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ സിനിമയിലെ മേക്കപ്പ് മാത്രമല്ല, നാടകത്തിലെ മേക്കപ്പ് ഉണ്ട്, തെരുക്കൂത്തിലെ മേക്കപ്പ് ഉണ്ട്, തെയ്യത്തിലെ മേക്കപ്പ് ഉണ്ട്, കഥകളി, അങ്ങനെയുള്ള കൂടിയാട്ടം, പടയണി, അങ്ങനെ നിരവധി നാടോടി കലകളൊക്കെ, ഫോക്ക് കലകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരുക്കൂത്തിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥം പോലെ ചെയ്തിട്ടുള്ളതാണ്. മുഴുവൻ അർത്ഥത്തിൽ അത് മുഴുവനായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അത് ഓരോ പ്രാവശ്യവും അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ കുറേ ഡെവലപ്മെൻറ്റ്സ് അതിലുണ്ടാവും. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മേക്കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം തരപ്പെടുത്തിയിട്ടുള്ളത്. അത് ചെയ്യാനായിട്ട് എനിക്ക് മുമ്പോ ഇതിന് ശേഷം ഇതുവരെ ആരും മുതിർന്നിട്ടില്ലെന്ന് വേണം പറയാനായിട്ട്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി പോവുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. എനിക്കിത് സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു സെൻട്രൽ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ 2013-2014 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന നിലയിൽ സീനിയർ ഫെലോഷിപ്പ് കിട്ടിയ ആളാണ്. അതിൽ ഒരുപാട് പേര് ആ സീനിയർ ഫെലോഷിപ്പിന് കിട്ടിയിട്ട് എഴുതിയിട്ടും വളരെ കുറച്ച് പേർക്ക് കിട്ടിയുള്ളൂ. അതിലൊരാൾ ഞാനാണ്. ആ സീനിയർ ഫെലോഷിപ്പ് എൻ്റെ ഈ മേക്കപ്പ് ട്രാൻസ്ഫോമിങ്ങിനെ കുറിച്ചാണ്. ഒരു നടൻ കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോം ആകുന്നത്, അതിന് മേക്കപ്പ് എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണ് ചെയ്യുന്നത്, ആ സപ്പോർട്ടിനെ കുറിച്ച് അതിനാണ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് കിട്ടിയത്. അത് നമ്മുടെ ഇന്ത്യൻ, അല്ലെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തനത് കലകളും പാരമ്പര്യ കഥകളും എങ്ങനെ ഇണങ്ങിച്ചേരുന്നു, അതിൽ ഇയാൾക്ക് എങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നു, ഒരു നടനെ എവിടെ നിന്ന് അഭിനയിക്കാൻ, ഈ അഭിനയത്തിൻ്റെ സാധ്യതകൾ അല്ല എവിടെ നിന്നാണ് പുറപ്പെടുവിപ്പിക്കുന്നത്, അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു ഗവേഷണ പുസ്തകം ഇതായിരുന്നു ആ എഴുത്ത്. അതിനാണ് അത് JNU യൂണിവേഴ്സിറ്റി അത് പ്രബന്ധമായിട്ട് അവതരിപ്പിക്കുകയും ഞാൻ ആ നാഷണൽ സെമിനാറിലെ പ്രബന്ധം സബ്മിറ്റ് ചെയ്യുകയും ഞാൻ തന്നെ അത് വായിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രവൃത്തി പരിചയമാണ് എന്നെ കൊണ്ട് ഈ പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. എൻ്റെ പുസ്തകം എഴുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ വളരെ നിസ്സാരമായിട്ടാണ് തീരുമെന്ന് വിചാരിച്ചെങ്കിലും അത്ര നിസ്സാരമല്ലെന്ന് എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഏകദേശം 8 വർഷം കൂടുതൽ ഞാൻ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ്ങിന് വേണ്ടി എടുത്തു, അത് പുറത്തു വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇംഗ്ലീഷിൽ DC ബുക്ക് പബ്ലിഷ് ചെയ്തു. കഴിഞ്ഞ KLF പരിപാടിക്ക് DC ബുക്ക് അത് പബ്ലിഷ് ചെയ്തു, ഇംഗ്ലീഷിൽ ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ നാസർ സാറാണ് ലോഞ്ച് ചെയ്തത്. അത് ഞാൻ ഹോളിവുഡിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അത് അമേരിക്കയിൽ പോയിട്ട് പ്രഗത്ഭരായ, എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റുണ്ട്, അദ്ദേഹത്തിന് അത് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എൻ്റെ ഒരു യാത്ര അടുത്ത മാസമുണ്ട്. റിക് ബേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോളിവുഡിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹം ഇന്നിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നില്ല. ഡിസ്ക് സ്മിത്ത് എന്ന് പറഞ്ഞ വലിയ മേക്കപ്പിൻ്റെ ഗുരുനാഥനായിട്ടുള്ള, മേക്കപ്പിൻ്റെ ഗോഡ് ഫാദറായിട്ടുള്ള ഡിസ്ക് സ്മിത്തിൻ്റെ ശിഷ്യനാണ് ഈ റിക് ബേക്കർ. അദ്ദേഹത്തിന് 7 പ്രാവശ്യം ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഞാൻ ഈ പുസ്തകം സമർപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു യാത്രയിലാണ്.